ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ജയിക്കുന്നവർക്കാണ് ശാലിനി എന്നും എവിടെയും സ്ഥാനം. തോൽക്കുന്നവരുടെ കൂടെ ഒരാളും കാണില്ല. എനിക്ക് പോലും ഇപ്പൊ ശാലിനിക്കൊപ്പം നിൽക്കാൻ പറ്റില്ല. സർ, കൊള്ളാം സർ, എന്താ നേടാ ഇത്? എല്ലാം കുറച്ച് ബിരിയാണി കൂടെ മേടിച്ചു കൊടുക്കാൻ മേലായിരുന്നോ? അല്ല സാർ, ഞാൻ പിന്നെ ഇവന് തൊണ്ട വരണ്ടോന്ന് പറഞ്ഞപ്പോ തന്നെയൊക്കെ ആരാടോ ഈ പോലീസിലെടുത്തത്? വെറുതെ ഡിപ്പാർട്ട്മെന്റിന് പേരുദോഷം ഉണ്ടാക്കാനായിട്ട്. കഷ്ടം. എടോ, വല്ല അനാഥാലയം നടത്തിയപ്പോ പള്ളിയിൽ അച്ഛനോടൊപ്പം നോക്കാവുള്ളവരൊക്കെ പിടിച്ച് ഡിപ്പാർട്ട്മെന്റിൽ കയറ്റിയിട്ട് ഈ കിടക്കുന്നുണ്ടല്ലോ, ഇവനെ പച്ചവെള്ളം കിടത്തിന് പിടിച്ചോണ്ട് വന്നല്ല, പിരിറ്റി കിടത്തിനാ. അറിയണോ നിനക്ക്? ആളെ കൊല്ലി. എടോ, അപ്പൊ ഇവനെയൊക്കെ നന്മയുടെ ഭാഷ ഉപദേശിച്ചാൽ പറ്റില്ല. അതിനെ തിന്മയുടെ ഭാഷകൾ ഉണ്ടാക്കണം. മനസ്സിലായടോ? അത് തനിക്കറിയാൻ പാടില്ലെങ്കിലേ ഞാൻ കാണിച്ചു തരാം. കണ്ടു പഠിച്ചോ. ഇനിയുള്ള സമയത്തെങ്കിലും ഉപകാരപ്പെടട്ടെ. മാഡം, മാഡം, റവന്യൂ മിനിസ്റ്റർ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇങ്ങോട്ടോ? ആ, എന്തോ കാര്യമായ പ്രോബ്ലം ഉണ്ട് മാഡം. മാഡത്തിനെ കാണാൻ തന്നെയാണ് വന്നിരിക്കുന്നത്. എന്തൊക്കെയാണോ ഞാനീ കേൾക്കുന്നത്? ഇതിലൊക്കെ വല്ല സത്യമുണ്ടോ? സാറിന് അറിയാവുന്നതല്ലേ കാര്യങ്ങള്. കുറെ അധികം നാളുകളായി എന്നെയും എന്റെ ഭർത്താവിന്റെ വീട്ടുകാരെയും ചിലർ തന്ത്രപരമായി വേട്ടയാടുക. അതിലറിയാതെ ബലിയാടായി പോവുക ഞങ്ങള്. ഈ കാണുന്ന പ്രശ്നങ്ങളെല്ലാം അതിന്റെ പേരിലുണ്ടായിട്ടുള്ളതാ. എന്നുവെച്ചാൽ ശത്രുക്കളെ ശക്തരാക്കിക്കൊണ്ട് നിങ്ങൾ പരാജയപ്പെട്ട് പിന്മാറുന്നു. അതാണല്ലോ നിങ്ങൾക്ക് തന്നെ തുടർച്ചയായി ദുരന്തങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതിനുള്ള കാരണം. ജയിക്കുന്നവർക്കാണ് ശാലിനി എന്നും എവിടെയും സ്ഥാനം. തോൽക്കുന്നവരുടെ കൂടെ ഒരാളും കാണില്ല. എനിക്ക് പോലും ഇപ്പൊ ശാലിനിക്കൊപ്പം നിൽക്കാൻ പറ്റില്ല. സർ, വല്ലാത്തൊരു അവസ്ഥയിലൂടെയാണ് ഞങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥ. ഇപ്പൊ തന്നെ കണ്ടില്ലേ, എന്റെ ഹസ്ബൻഡ് നിരപരാധിയാണ് സർ. ആരോ മനഃപൂർവ്വം ഒരുക്കിയ കെണിയില് വിഷ്ണുവേട്ടൻ പെട്ടുപോയതാ. ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാൻ ശാലിനി, ഞാനും വിശ്വസിക്കുന്നു. പക്ഷേ നമ്മൾ മാത്രം വിശ്വസിച്ചുകൊണ്ട് കാര്യമില്ലല്ലോ. ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ജനം വിശ്വസിക്കുന്നില്ലല്ലോ. ഞങ്ങളെപ്പോലുള്ള രാഷ്ട്രീയക്കാരെ സംബന്ധിച്ച് ജനങ്ങളുടെ വിശ്വാസമാണ് വലുത്. അത് കഴിഞ്ഞേ വ്യക്തിബന്ധങ്ങൾക്കും സുഹൃത്ത് ബന്ധങ്ങൾക്കും സ്ഥാനമുള്ളൂ. എത്ര നാളെയാ നീ നിന്റെ ആശാനം കൂടി ഈ പരിപാടി തുടങ്ങിയിട്ട്? അതെങ്ങനെ ഞങ്ങളുടെ വണ്ടിക്ക് തോന്നുന്നു ഞങ്ങൾക്ക് അറിയില്ല സാർ. എടാ, ആ വണ്ടി ഓടിച്ചോണ്ട് വന്ന നിങ്ങളല്ലേടാ? അതിനകത്ത് ലോഡ് കേട്ടപ്പോ നീയൊക്കെ അവിടെ ഇല്ലേ? പിന്നെ സ്പിരിറ്റ് അതിനകത്ത് എങ്ങനെ വന്നു നിനക്കൊക്കെ അറിയാൻ വയ്യെന്ന് പറഞ്ഞ പോലീസുകാരൻ മണ്ടന്മാരാക്കുകയാണ് നീയൊക്കെ. അങ്ങോട്ട് നിന്റെ കൂടെ ഉണ്ടായിരുന്ന നിന്റെ ആശാൻ, നിന്റെ ചങ്ക് മറ്റവളില്ലടാ, ആ ജില്ലാ കളക്ടർ ഭർത്താവ്. അവനെന്തിനാണ് അവനെ പോലീസിനെ കണ്ടപ്പോ ഓടിയത്? അപ്പൊ അവൻ അറിയായിരുന്നു ഇതിനകത്ത് സ്പിരിറ്റ് ഉണ്ടെന്ന്. ഇനി നീ അറിയാതെ അവൻ അങ്ങനെ ഒരു ബിസിനസ് ഉണ്ടോടാ? ഇവിടെ പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ത് പണിയും ചെയ്യാൻ നടക്കുന്ന നിന്റെ ആശാനുണ്ടല്ലോ, നീ അറിയാതെ രഹസ്യമായിട്ട് പല സ്പിരിറ്റ് കളക്കെടുത്തുകൊണ്ടോടാ. സാർ, അങ്ങനെയൊന്നും അല്ല. ഞാൻ പറഞ്ഞിട്ട് ആശ മാറിയത്. ആശാനെ വെറുതെ പ്രതിയാക്കണ്ടെന്ന് കരുതി.
നിൽക്കണം. എന്താടാ നീ എത്ര പുണ്യാത്മാവാടാ? ഒരു വിശുദ്ധനിൽ വിശുദ്ധൻ. അപ്പൊ നിന്റെ തലയ്ക്ക് ഒരു പ്രഭാവനം കാണണോടാ. ഇങ്ങോട്ട് നീങ്ങിക്കടാ. എടോ അല്ലേ, എടോ ഇവന്റെ തലയ്ക്ക് അങ്ങനെ വല്ല കാണുന്നുണ്ടോ നോക്കടോ. ഈ മഹത് വ്യക്തികൾക്കും ഈ ബുദ്ധനെ പോലുള്ള ആളുകൾക്ക് ഉണ്ടാവുന്ന പോലെ ഒരു വട്ടം ഇവന്റെ തലയ്ക്ക് പിന്നിൽ അങ്ങനെ വല്ല ഉണ്ടോ നോക്കടോ. ഇല്ലല്ലോ സാറേ. ഉണ്ടോ, തനിക്ക് കാണാൻ പാടില്ലാത്തോണ്ടാ. പക്ഷേ എനിക്ക് കാണാം. ഇങ്ങനെ കാണുന്നവരെ കണ്ടുകിട്ടിയാലേ ഞാൻ ചെയ്യുന്ന എന്താണെന്നറിയാവോ തനിക്ക്? താൻ വേണേ കണ്ടോ. എങ്ങനെ കൊണ്ടോ ഇപ്പൊ നിനക്ക് എന്റെ മുഖത്തൊരു പ്രഭാവലയും കാണാൻ പറ്റുന്നില്ലേ? നക്ഷത്രങ്ങളുടെ പ്രഭാവലയും, കണ്ണിൽ പൊന്നീച്ച പറക്കുന്ന പ്രഭാവലയും. ഇനി പറയണ വിഷ്ണു ഏത് മളത്തിലാണ് ഓടിച്ചിരിക്കുന്നേ? എനിക്കറിയില്ല. നിനക്കറിയാം, നിനക്കേ അറിയൂ. നിന്റെ വായുന്ന സത്യം അറിയുന്നതിനും വരെ ഞാൻ നിന്നെ അങ്ങനെ പെരുമാറിക്കൊണ്ടിരിക്കണം. കാരണം നിന്റെ ആശാനുണ്ടല്ലോ, അവനിലേക്കുള്ള വഴി നീയടാ. അത് നീ തുറന്നു തന്നെ പറ്റത്തോളാ. അല്ലെങ്കിൽ നല്ല ജീവനോടെ നീ ഇതിനകത്ത് പോകത്തില്ലടാ പൊന്നു പോലെ. സാറേ മതി സാറേ, ഇനി സാറടിച്ച അവൻ ചത്തു. ചത്തുപോയ കെട്ടിത്തൂക്കൂടോ. എഴുന്നേക്കണം, എഴുന്നേക്കണം. കൂടെയുള്ള ആശാൻ ചതിച്ചതിന്റെ വിഷമോന്നും പറഞ്ഞ് ഒരു നോട്ട് തയ്യാറാക്കി ഞാനങ്ങ് വെക്കൂടാ. ബാക്കി തെളിവൊക്കെ ചന്ദ്രവും തൊപ്പിക്കൂടാ. അവൻ എന്റെ അടുത്ത് രക്ഷകൻ കളിക്കുന്നു. ഒരു തുള്ളി വെള്ളം കൊടുത്തു പോകരുത്. തന്റെ അടുത്ത് കൂടാ പറഞ്ഞേ, കേട്ടോ? അവന്റെ ഒരു പള്ളിയിലച്ച കളി.